കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. വിദ്യാരംഭ മാഷ പാട്ടിന് ശരിക്കും പറഞ്ഞാൽ ഓർക്കസ്ട്രേഷൻ ആവശ്യമില്ല, അലങ്കാരങ്ങളൊന്നും വേണ്ട, ഒന്നുമില്ലാതെ ശുദ്ധമായ ആ മെലഡി മാത്രം കേട്ടാൽ മതി. അതാണ് അതിൻ്റെ അലങ്കാരം. അദ്ദേഹമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ക്രൈസ്റ്റ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് സിനിമയായിട്ടൊരു ബന്ധമില്ലാത്ത സമയത്ത് പരിചയപ്പെട്ട ആളാണ്. അസാധ്യമായ വരികൾ, മലയാളത്തിൻ്റെ സ്വന്തമായ ശൈലിയിലുള്ള സങ്കര ഭാഷയില്ലാതെ വരുന്ന വരികൾ കിട്ടിയാൽ തന്നെ നല്ലൊരു സംഗീതത്തിൽ ചേരും. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. സിനിമ പോലും ഷൂട്ടിങ് തുടങ്ങിയില്ല, നിർത്തിവെച്ചു, നടന്നില്ല. പക്ഷെ പാട്ട് സൂപ്പർ ഹിറ്റാക്കി ജനം. കേക്കമാനത്തെ മലമേലെ കേൾക്കുന്നൊരു തമരടി കറുത്തമാനം വെളുപ്പിക്കും. ശബ്ദം ഒന്ന് മാറ്റിയിട്ട് ദാസേട്ടൻ അങ്ങനെ ഒന്ന് നമുക്ക് ഒന്ന് പാടാൻ ശ്രമിക്കാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ശബ്ദം തരക്കേടില്ലെന്ന് എല്ലാവരും പറയണ്ടല്ലോ, നിനക്ക് എൻ്റെ ശബ്ദം പോരെ, മാറ്റണോ? 2-3 ക്യാമറക്കാരൻ എൻ്റെ പിന്നാലെ കൊടുക്കുക. എന്നെ കണ്ടപ്പോഴേ സാർ നിൽക്കുന്നു. അവർ എന്താ നിങ്ങൾക്കെന്താ നിൽക്കോ സാർ അവാർഡ്, സാർ എന്താ അവാർഡ് എടുത്ത്? ഞാൻ ഭയങ്കര ബഹളായി. അവാർഡ് കിട്ടുകയോ കിട്ടാതിരിക്കുന്നതൊന്നൊരു പ്രശ്നമേ അല്ല, ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല, ആ വഴിക്കൊന്നും ഞാൻ പോകാറുമില്ല. കണ്ണടച്ചാലും എൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ല നീ. കഥ പറയും പാട്ടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഭാവഗായകൻ ജയചന്ദ്രൻ, ജയേട്ടൻ, അദ്ദേഹം വിട വാങ്ങിയിട്ട് 2 ദിവസമാവുന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന എത്രയോ പാട്ടുകൾ പാടിയ ആളാണ്. ഭൗതികമായിട്ട് മാത്രമേ അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞിട്ടുള്ളൂ. ഈ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ആ ശബ്ദമുണ്ട്, അതെന്നും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലൊരു പരിപാടി വരുമ്പോൾ തീർച്ചയായിട്ടും അത് വിദ്യാരംഭ മാഷാകുമ്പോൾ ജയേട്ടനെ പറ്റി പറയാൻ എന്തെങ്കിലുമൊക്കെ ഓർമ്മകളുണ്ടാകും. കാരണം ഒരു ആത്മബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. ഒരേ ജില്ലക്കാരാണെന്ന് മാത്രമല്ല, മാഷിൻ്റെ ഏറ്റവും മികച്ച പ്രണയഗാനങ്ങളും ഭക്തിഗാനങ്ങളും ഏറ്റവും അധികം പാട്ടുകൾ, ചലച്ചിത്രേതര ഗാനങ്ങൾ പാടി റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ജയേട്ടനാണ്. അപ്പോൾ ജയേട്ടനെക്കുറിച്ചുള്ള വിദ്യാരംഭ മാഷിൻ്റെ ഓർമ്മകളിൽ നിന്ന് നമുക്ക് ഈ സംഭാഷണം തുടങ്ങാൻ തോന്നുന്നു. ഭാവഗായകൻ ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മലയാളികൾ എവിടെയുണ്ടെങ്കിലും അവർക്ക് അദ്ദേഹത്തിനെ സ്നേഹിക്കാതിരിക്കാനോ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാതിരിക്കാനോ കഴിയാത്തൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞിട്ട് 2 ദിവസമായി. ഇത് അമല ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ വാർത്ത കേട്ട 7:40 എന്നെ വിളിച്ച് അറിയിച്ചപ്പോൾ അപ്പം തുടങ്ങിയ കാലുകഴപ്പും അസ്വസ്ഥതകളും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അദ്ദേഹമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ക്രൈസ്റ്റ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് സിനിമയായിട്ടൊരു ബന്ധമില്ലാത്ത സമയത്ത് പരിചയപ്പെട്ട ആളാണ്. ആ ബന്ധം നമ്മളെ വിട്ടുപോകുന്നതുവരെ ഒരേപോലെ കാത്തു സൂക്ഷിക്കാൻ പറ്റി. ഒരു അപ്രിയവും വേറൊരു വാക്ക് മിസ്റ്റേക്കായിട്ട് സംസാരിക്കുകയോ ഒരു മുഷിച്ചലോ ഇല്ലാതെ ഇത്രയും കാലം, വളരെ ദീർഘകാലം ഞങ്ങൾ ഇതേപോലെ സ്നേഹിച്ച് പാട്ടുകൾ പാടിയും പറഞ്ഞും ആ സൗഹൃദം നിലനിർത്തി പോന്നു. എൻ്റെ സിനിമാ ജീവിതത്തിൽ കൽപ്പാന്തകാലത്തോളമുള്ള പാട്ട് സിനിമയ്ക്ക് ചെയ്ത് പുറത്തിറങ്ങിയിട്ട് അത് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ പാടി കേൾപ്പിച്ചൊരാളും ജയചന്ദ്രനാണ്. 9-10 പ്രാവശ്യമാണ് അദ്ദേഹം ആ പാട്ട് പാടുക. ഈ ചില വേദികളിലും ചില സദസ്സിലൊക്കെ വന്നു. അപ്പം അത്രയും സ്നേഹം ഉണ്ടായിരുന്നു ആ കാലം മുതൽ. സിനിമയിൽ വളരെ കുറച്ച് പാട്ടുകളെ പാടിച്ചുള്ളെങ്കിലും നിരവധി ഭക്തിഗാനങ്ങളും ഓണപ്പാട്ടുകളും ഗ്രാമീണ ഗാനങ്ങളും എന്ന് വേണ്ട ഇതര പാട്ടുകൾ അനവധി പാടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ഏറ്റവും വലിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവവിശേഷം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് പാട്ട് അദ്ദേഹം പാടിയതല്ലെങ്കിലും വേറെ ആര് പാടിയതാണെങ്കിലും അത്
മറ്റുള്ളവരെ കേൾപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിൻ്റെ പരിപാടി നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പാട്ട് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് പാട്ട് കേൾപ്പിക്കുന്ന എൻ്റെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാടി എന്നെ ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും അങ്ങനെ പല സ്ഥലത്തുനിന്നും ഈ പാടുന്ന സമയത്ത് മൊബൈലിൽ ലൗഡ് സ്പീക്കറിൻ്റെ അവിടെ വെച്ചിട്ട് പാട്ട് എന്നെ കേൾപ്പിക്കേണ്ടതായിട്ടുണ്ട് പല സുഹൃത്തുക്കളും. അപ്പോൾ അതിൻ്റെ അർത്ഥം നിഷ്കളങ്കരായ സത്യസന്ധരായ നല്ലൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹം പാടിയതല്ല, ഈ പാട്ടുകൾ വേറെ ആൾക്കാർ പാടിയതാണ്. എന്നിട്ട് പറയും ഈ പാട്ട് കേൾക്കൂ, ഈ സിന്ധുവരി ഈ പാട്ട് സിന്ധുവരുവല്ലേ, എത്ര പാട്ട് സിന്ധുവരി. MG ശ്രീകുമാർ പാടിയ ഒരു പാട്ട് അദ്ദേഹം സ്ഥിരമായിട്ട് പാടാറുണ്ടായിരുന്നു. ഇത് കേൾക്കൂ, ഇതാരെന്ന് പറയും വിദ്യാരണ്യ എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അങ്ങനെ ഭയങ്കര ബഹളമാണല്ലോ. ആ ഒരു സംഗീതത്തിന് ആ ഒരു പാട്ടുകാരനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇനി അതിൽ പകരം വയ്ക്കാൻ വേറെ പാട്ടുകാരന്മാരായില്ല. ഹിമാലയത്തിൻ്റെ നേരെ താഴെ നിൽക്കുന്ന ഒരാൾ, യേശുദാസ് എന്ന് പറയുന്നത് ഹിമാലയമായിട്ട് കണക്കാക്കിയാൽ നേരെ താഴെ നിൽക്കുന്ന ഒരു ബിംബം എന്ന് പറയുന്നത് വേറെ ആളെ നമുക്ക് പകരം വയ്ക്കാനില്ല. 3, 4 നമുക്ക് ആരെ വേണം വയ്ക്കാം. 2ാം സ്ഥാനം എപ്പോഴും നമുക്ക് ജയചന്ദ്രൻ തന്നെയാണ്. വ്യക്തിത്വവും ഇൻഡിവിജ്വാലിറ്റിയും അദ്ദേഹത്തിൻ്റെ കൈമുതലാണ്. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ആ പാട്ടിൻ്റെ പാടുന്ന വിധം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് പിന്നെ നമ്മൾ വിവരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കാരണം ജൂനിയറായിട്ടുള്ളൊരു ഗായകനാണ് MG ശ്രീകുമാർ. പക്ഷേ മാഷ് കമ്പോസ് ചെയ്തിട്ടുള്ള രാധാമാധവത്തിലെ പാട്ട് ചേട്ടൻ ലയിച്ചിങ്ങനെ പാടിക്കൊണ്ടിരിക്കും അല്ലേ. സാധാരണ ചില ഗായകർക്കൊക്കെ ഒരു ഈഗോ പ്രശ്നം ഉണ്ടാവും, ഒരു ജൂനിയർ സിംഗറുടെ. അതൊന്നുമില്ല അദ്ദേഹത്തിന്. ആര് പാടിയാലും പാടും. എല്ലാ വേദിയിലും ഇപ്പോൾ ഈ അടുത്ത് തന്നെ എനിക്ക് പാടിയത് കൂടെ അയച്ചിട്ടുണ്ട്. വേറെ എനിക്ക് അയച്ചു തന്നിരിക്കുക, എൻ്റെ മൊബൈലിലുണ്ട് പാട്ട്. അദ്ദേഹം ഈ പാട്ട് ഒന്ന് കേൾക്കാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വാചാലമായിട്ട് സംസാരിക്കും. അങ്ങനൊരു സുഹൃത്തിൻ്റെ വേർപാടിൽ നമുക്ക് ദുഃഖിക്കാനേ പറ്റുമോ. നമുക്ക് കുറച്ച് കാലം എന്തായാലും അദ്ദേഹം നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോവില്ല. ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിൽക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാതെ ജീവിക്കാനും പറ്റില്ല. അപ്പം നമ്മൾ അതിന് അല്ലേ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മുൻപിൽ ശിരസ് കുറിച്ച് നമുക്ക് ആരംഭിക്കാം. നമ്മളിപ്പോൾ ഒരു പാട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പാടാം. നമുക്ക് തൊണ്ട കൊണ്ട് പാടാം, ചുണ്ടുകൊണ്ട് പാടാം, ശരീരം കൊണ്ട് വരെ പാടാം. പക്ഷെ ചില പാട്ടുകൾ നമുക്ക് ഹൃദയം കൊണ്ടേ പാടാൻ പറ്റും, പ്രത്യേകിച്ച് മെലഡികൾ. അങ്ങനെ ഹൃദയം കൊണ്ട് പാടാൻ പറ്റുന്ന കുറേ പാട്ടുകൾ സൃഷ്ടിച്ച് നൽകിയ സംഗീത സംവിധായകനാണ് വിദ്യാരണ്യ മാഷ്. അത് ഹൃദയത്തിലേക്ക്, മലയാളികൾ ഹൃദയത്തിൽ ചെന്ന് ചേരുന്ന പാട്ടുകൾ കൂടിയാണ്. ഒരിക്കൽ യേശുദാസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ പറയാം. യേശുദാസ് പറഞ്ഞു, വിദ്യാരണ്യ മാഷ പാട്ടിന് ശരിക്കും പറഞ്ഞാൽ ഓർക്കസ്ട്രേഷൻ ആവശ്യമില്ല, അലങ്കാരങ്ങളൊന്നും വേണ്ട, ഒന്നുമില്ലാതെ ശുദ്ധമായ ആ മെലഡി മാത്രം കേട്ടാൽ മതി, അതാണ് അതിൻ്റെ അലങ്കാരം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ളൊരു വിലയിരുത്തലാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പാന്തകാലായാലും വിണ്ണിൻ്റെ വിരിമാറിലായാലും നമുക്ക് വെറുതെ പാടാം, വെറുതെ ആസ്വദിക്കാം, അതിനൊരു അലങ്കാരപ്പണികളും വേണ്ട. മാത്രം അതുപോലെ എനിക്ക് തോന്നുന്നു ഈ ഓർക്കസ്ട്രേഷൻ മാത്രമല്ല, പിക്ചറൈസേഷനും വേണ്ട. ഈ സിനിമകൾ വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാണാം. നമുക്കറിയാം പല പാട്ടുകളും വിഷ്വലൈസേഷന് കൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ചില പാട്ടുകളുണ്ട്, മാഷ് ചെയ്ത പാട്ടുകൾ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കണ്ടിട്ടേ ഇല്ല, ആ പടങ്ങളൊന്നും റിലീസ് ചെയ്തിട്ട് പോലുമില്ല. പക്ഷേ ആ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ്. നമ്മൾ നമ്മുടേതായ രീതിയിലൊരു പിക്ചറൈസ് ചെയ്തിട്ട് കാണുകയാണ്. അങ്ങനെ ഒരു പാട്ടിന്ന് ഈ പരിപാടി, ഈ സംഭാഷണം തുടങ്ങാം. രാജി ആ പാട്ട് നമുക്ക് വേണ്ടി പാടും, മാഷ് ആ കഥ പറയും. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്, സിനിമ ആദ്യമായിട്ട് ഈ ചെറുകഥകൾ എഴുതി നടത്തിരുന്ന ഒരാൾ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുക. അത് മഹാനായ നമ്മളെ വിട്ടുപോയ AK ലോഹിതദാസ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭമായിരുന്നു ഒരു സിനിമാ കഥ എഴുതുകയും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പാട്ടുകൾക്ക് സ്ഥാനമുള്ളത്, ഒരു പാട്ടിന് സ്ഥാനമുള്ളൂ. അപ്പോൾ അത് ആര് ചെയ്യണമെന്ന് അവർ പ്രൊഡ്യൂസറും ഡയറക്ടറും അവർ സംഘാടകരും എല്ലാവരും കൂടി തീരുമാനിച്ചപ്പോൾ സംശയമില്ല, നമുക്ക് ഭാസ്കർ മാഷ വിളിക്കാം, ആ പാട്ട് ഭാസ്കർ മാഷ എഴുതിട്ട് വിദ്യാരണ്യം വിളിക്കാം എന്ന് പറഞ്ഞ് അവരങ്ങ് തീരുമാനിച്ച് എന്നെ വിളിച്ചു. ഞാനും ഭാസ്കർ മാഷും കൂടെ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ഉണ്ടായ സംഭവം എന്താണ്, ആ പാട്ടുണ്ടാക്കുമ്പോൾ ഈ ഭാസ്കർ മാഷായിട്ട് കൂടി ചേരുമ്പോൾ ഈ പാട്ട് മെലഡി കിട്ടിയിട്ട് അത് പാട്ടാക്കി തീർക്കുന്ന അവസരം ഭാസ്കർ മാഷ് വന്നു. അപ്പോൾ ശോഭന പരമേശ്വരൻ നായർ അദ്ദേഹമായിട്ട് വളരെ അടുപ്പമാണ്, തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ചെറിയകിഴികാരനാണെങ്കിലും തൃശ്ശൂർ താമസമാക്കി. പിന്നെ തൃശ്ശൂർക്കാർക്കുള്ളൊരു ആൾ അദ്ദേഹമാണ് ഈ ഭാസ്കര മാഷെ കൊണ്ട് ഇത് എഴുതിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത്.
അപ്പം ഇതിന് കുറേശ്ശെ പാട്ടിൻ്റെ മെലഡി കേട്ടാൽ മനസ്സിലാവും, നന്നായി പാടാനും കഴിയും. അങ്ങനെ ഒരു വ്യത്യസ്തനായിട്ടുള്ളൊരു പ്രൊഡ്യൂസറായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണിത് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നത്. ഭാസ്കരൻ മാഷ എഴുതിയിട്ട് എനിക്ക് തരുന്നത്. പാട്ട് ഏതാണെന്ന് അറിയോ? സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ഇതിൻ്റെ സംവിധായകൻ സുഗുമേനോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത് രണ്ടാമത് ഒരു സിനിമയിൽ ഷൂട്ട് ചെയ്ത് ചേർക്കണമെന്ന്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. ആ സ്വപ്നം സഫലമാക്കാൻ കഴിയാതെ അദ്ദേഹം പോയി. അത്രയും അദ്ദേഹം മാത്രമല്ല, ഞാനൊരിക്കൽ ഭാസ്കരൻ മാഷ് കാണാൻ പോയപ്പോൾ ഒരു ഓട്ടോഗ്രാഫ് തേടി കുറച്ച് കുട്ടികൾ വന്നപ്പോൾ മാഷ് എഴുതി കൊടുക്കുന്ന എല്ലാവരെ ഓട്ടോഗ്രാഫിൽ ഈ സ്വപ്നങ്ങളൊക്കെയും ഭാഗം. ഞാൻ ചോദിച്ചു, മാഷ് ഇത്രയും വലിയ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികളാണ് ഈ പാട്ടിൻ്റെ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ രസകരമായ അവസ്ഥ, ഇത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തിരുവനന്തപുരത്ത് തരങ്ങണിയിൽ വന്നിട്ട് ഞാനും ലോഹിയും കൂടി വന്ന് ഇത് റെക്കോർഡ് ചെയ്തു. ഒരു വർഷം ആദ്യമായിട്ട് ദാസാർ പാടുന്നു, അദ്ദേഹം പാടി കഴിഞ്ഞിട്ട് ഒരു ട്രാക്ക് ചിത്രയും പാടുന്നു. 2 മെയിലും ഫീമെയിലും 2 വർഷമാണ്. സിനിമ പോലും ഷൂട്ടിങ് തുടങ്ങിയില്ല, നിർത്തിവെച്ചു, നടന്നില്ല. പക്ഷെ പാട്ട് സൂപ്പർ ഹിറ്റാക്കി ജനം. എനിക്ക് തോന്നുന്നു ആ പാടത്തിൻ്റെ പേര് അറം പറ്റി, കാണാൻ കൊതിച്ച്. അത് കൊതിച്ചിരിക്കും. കാണാൻ കൊതിച്ചുള്ള അറം പറ്റിയ പേര് തന്നെയാണ് ടൈറ്റിലേ. അന്ന് ഞാൻ പറഞ്ഞത് എന്താ ഇങ്ങനെ ടൈറ്റില് ഇത് ചോദിച്ചു. പക്ഷെ അതേപോലെ തന്നെ ഇപ്പം കൊതിച്ചിരിക്കുക. പക്ഷെ പാട്ട് സൂപ്പർ ഹിറ്റായി. അതെ അതെ. എനിക്ക് മാഷ ഒരു സ്വാർത്ഥ മോഹം കൂടിയുണ്ട്. മാഷ് ഇതേപോലെ തന്നെ ഇറങ്ങാത്ത പടങ്ങളിലെ അസാധ്യ പാട്ടുകളുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, കൃഷ്ണ തുളസിയും. അത് ഞാൻ ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് കേട്ട യേശുദാസ് പാടിയതുണ്ട്, ചിത്രയും പാടിയിട്ടുണ്ട്. പക്ഷേ ആ പാട്ട് എന്തുകൊണ്ട് സിനിമയിൽ വന്നില്ല എന്നൊക്കെ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ചാരുകേശി എന്ന് പറയുന്ന രാഗം മലയാളത്തിൽ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും പല രീതിയിൽ അതിൻ്റെ പല ഷെയ്ഡ്സ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാഷ് ഈ പാട്ടിൽ ചെയ്തിട്ടുള്ള ചാരുകേശി വേറെ ഒരു ചാരുകേശിയായത്. സിനിമയിൽ വന്നിട്ടുണ്ട്. സിനിമ റിലീസായില്ല. സിനിമ എല്ലാ പണിയും കഴിഞ്ഞ് പെട്ടിയിലകത്തിരിക്കുന്നുണ്ട്. ഒരാൾക്ക് കാണിച്ചു കൊടുത്തില്ല. ആ പാട്ടൊന്ന് മാഷ് പാടി. അത് ആ പാട്ടിനുള്ള ഒരു രസികത്വം എന്ന് പറയുന്നത്, ഈ കീരവാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓസ്കാർ അവാർഡ് കിട്ടിയ മ്യൂസിക് ഡയറക്ടറില്ലേ മരതകമണി, അദ്ദേഹമാണ് അതിൻ്റെ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഒരു വലിയൊരു അനുഗ്രഹം കൂടിയാണ് കേട്ടത്. അദ്ദേഹം പറയുന്നത് മലയാളത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ പറയും അത് നിശബ്ദം പറയാം. നമ്മൾ വിദ്യാരമാഷം എന്ന് പറയും. അത് ചോദിക്കുമ്പോൾ ഓസ്കാർ കിട്ടിയിട്ടും ഇൻ്റർവ്യൂ വന്നപ്പോൾ എൻ്റെ പേര് ആദ്യം പറഞ്ഞാണ്. കാരണം മെലഡി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള കലർപ്പില്ലാതെ അവനവൻ്റെ തൻ്റെ സ്വന്തമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന മെലഡികൾ ഉണ്ടാക്കുന്ന ആളെന്നാണ് പറയും. അത് വളരെ ശരിയാണ്. അപ്പം അങ്ങനൊരു പാട്ടുണ്ടാക്കിയ രാപ്പാട് സുമാരമൻ്റെയാണ്. 3-4 പാട്ടുകൾ. യാത്രാമൊഴി എന്നാണ് സിനിമയുടെ ടൈറ്റിൽ. സെൻസർ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് അത് എന്തൊക്കെയോ എനിക്കറിയില്ല, തിയേറ്ററിൽ വരില്ല എന്നുള്ള നിർബന്ധം മാറ്റി വെച്ചിരിക്കുക. എന്തായാലും ആളുകളൊന്നും കേട്ടിട്ടുണ്ടാവില്ല പലരും. അപ്പോൾ ഒന്ന് മാഷൊന്ന് പാടും. കൃഷ്ണ തുളസിയും മുലയും തുമ്പയും പൊട്ടിച്ചിരിക്കുന്ന ഗ്രാമസന്ധ്യ. കൃഷ്ണ തുളസിയും മുലയും തുമ്പയും പൊട്ടിച്ചിരിക്കുന്ന ഗ്രാമസന്ധ്യ. പാണന്റെ തുടിച്ചേരും പാട്ടിലൊരായിരം പാലപ്പൂവിരിയുന്ന ഗ്രാമസന്ധ്യ. കൃഷ്ണ തുളസിയും മുലയും തുമ്പയും പൊട്ടിച്ചിരിക്കുന്ന ഗ്രാമസന്ധ്യ. ചക്കരമാവിൻ്റെ
താഴത്ത് ബാല്യത്തിൻ സ്വപ്നങ്ങൾ ചാലിച്ച ഗ്രാമസന്ധ്യ നിലാവിൻ്റെ താരിളം തെന്നലിൽ ഗ്രാമസന്ധ്യ കൃഷ്ണതുളസിയും മുലയും തുമ്പയും പൊട്ടിച്ചിരിക്കുന്ന ഗ്രാമസന്ധ്യ. എൻ്റെ ചരണം ഇടനെഞ്ചിലോമനെ നിന്നെക്കുറിച്ചുള്ള സ്മരണയുമായി യാത്ര ചൊല്ലു. വിട ചൊല്ലി മറയുന്ന സന്ധ്യേ നിനക്കെൻ്റെ ഇടറുന്ന യാത്രാ മൊഴികൾ, ഇടറുന്ന യാത്രാ മൊഴികൾ. കൃഷ്ണതുളസിയും മുലയും തുമ്പയും പൊട്ടിച്ചിരിക്കുന്ന ഗ്രാമസന്ധ്യ. ദാസേട്ടൻ പാടിയിട്ടുള്ള കേൾക്കാൻ വേണം. ഇതൊരു മനോഹരമായിട്ടാണ് പാടിയിട്ടുള്ളതെന്ന് പറയാം. അതിൻ്റെ ആ ശരണ പോർഷൻ കേൾക്കുമ്പോൾ ശബ്ദത്തിനൊരു ഗദ്ഗത, ഒരു ചെറിയൊരു അരുമ്പൊരു സാധനം ആ ശബ്ദത്തിന് വരും. അത് ഉൾക്കൊണ്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. ഈ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് വെറുതെ അല്ല. ഒരു പാട്ടുകാരനോ പാട്ടുകാരിക്കോ മെലഡി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻവോൾവ്മെൻറ്റ് ഇന്നിപ്പോൾ അങ്ങനെയല്ല, മെക്കാനിസം മാറിപ്പോയില്ലേ. ഇൻവോൾവ് ചെയ്ത് പാടുമ്പോൾ ഉണ്ടാകുന്ന സുഖം പറയാതിരിക്കുന്ന നിർത്തില്ല. അതെ അതെ അതെ. ഇങ്ങനെ പാടി നമ്മളെയൊക്കെ കരയിപ്പിക്കുന്ന അതേ മാഷ് തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച ഫോക്ക് ബേസ്ഡ് പാട്ടുകൾ. ഇപ്പോൾ ഫോക്ക് സംഗീതം എന്ന് പറയുന്നത് നമുക്കറിയാം, സിനിമയിൽ രാഘവ മാഷ് മുതൽ ഇങ്ങോട്ട് പലരും ചെയ്തിട്ടുണ്ട്. പക്ഷെ വിദ്യാരംഭ മാഷ് ചെയ്യുന്ന ഫോക്കിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒറിജിനൽ ബ്യൂട്ടി, അതായത് അതിൻ്റെ എല്ലാ സൗകുമാര്യത്തോടും കൂടിയിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ശരിക്കുള്ള ഫോക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുള്ള പലപ്പോഴും വിദ്യാരമാഷ് ചെയ്തിട്ടുള്ള പാട്ടുകൾ, പുള്ളുവൻ പാട്ടായാലും അല്ലാത്ത ഏത് തരത്തിലുള്ള ഫോക്ക് സോങ്സ്. സാധാരണഗതി ഇപ്പം നമ്മൾ കേൾക്കുന്ന ഫോക്ക് സോങ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പലപ്പോഴും അടുത്ത കാലത്ത് എഴുതപ്പെടുന്ന ലിറിക്സാണ്. ചിലപ്പോൾ അതിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ടാവാം, അശ്ലീല സ്പർശമുള്ള വാക്കുകൾ. ഇതൊക്കെ ഫോക്ക് മ്യൂസിക്കായിട്ട് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകളായിട്ട് പലരും അവതരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ നാടൻ പാട്ടും ഇപ്പം ഇങ്ങനെ വരുന്ന നാടൻ പാട്ടും അതെങ്ങനെയാണ് മാഷ് അത് വേർതിരിച്ച് കണ്ടത്? നാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ മലയാള ഭാഷയുടെ ഗ്രാമീണരായ ആൾക്കാർ, ഗ്രാമവാസികൾക്ക് പണ്ട് മുതൽ കേൾക്കാൻ പറ്റുന്ന ചില ഈണങ്ങൾ, അവരുടെ ഉള്ളിൽ പതിഞ്ഞ തരം ചില ശൈലികൾ, ഇതൊക്കെ നമ്മൾ എടുത്ത് ഒരു പാട്ട് രൂപമാക്കി പാടുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം നാടൻ പാട്ട് എന്ന് പറയാൻ പറ്റുന്ന രീതി വരും. അപ്പം അതിന് പറയുമ്പോൾ നമ്മുടെ മുല്ലൻ മാഷ് ഞാനും കൂടി ചെയ്തൊരു പാട്ടിൽ അത് വരികളുടെ പ്രത്യേകത ഭയങ്കരമാണ്. അസാധ്യമായ വരികൾ, മലയാളത്തിൻ്റെ സ്വന്തമായ ശൈലിയിലുള്ള സങ്കര ഭാഷയില്ലാതെ വരുന്ന വരികൾ കിട്ടിയാൽ തന്നെ നല്ലൊരു സംഗീതത്തിൽ ചേരും. എൻ്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ നല്ല വരികളാണെങ്കിൽ ആ സെൻസ് 100% ചോർന്നു പോകാതെ ഒരു ഈണയിൽ വന്ന് ചേർന്നാൽ ആ പാട്ട് ജനം ഇഷ്ടപ്പെടും, ഒരു സംശയമില്ല. അപ്പം അത് മുല്ലഭാഷയായിട്ട് ചെയ്തപ്പോൾ അങ്ങനെ കുറേ പാട്ടുകൾ വന്ന് വിട്ടു. 11 ഗ്രാമീണ കാരണം ആദ്യത്തെ തരംഗയുടെ ഗ്രാമീണങ്ങൾ ഇന്നും ഓണക്കാലത്തും എപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്ന പീസുകൾ ഇത് തന്നെയാണ്. ഇപ്പം പെൻഡ്രൈവായി, CD എന്നുള്ളത് പോയി, കാസറ്റ് പോയി, ഇപ്പം പെൻഡ്രൈവായില്ല എല്ലാം. അതൊക്കെ ഇപ്പം വിൽക്കുന്നുണ്ട്, ആൾക്കാർക്ക് ആവശ്യം പോലെ കിട്ടാനുണ്ട്, ഇന്നും വിറ്റുകൊണ്ടിരിക്കുക. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടുള്ളൊരു വർക്കാണ്. കാരണം സിനിമയുടെ പാട്ടുകൾ എത്ര കണ്ട് കേൾക്കുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ കേട്ടു എന്ന് പറയുന്ന രീതിയിലുള്ള പാട്ടുകളത് മലയാളികൾക്കൊക്കെ അറിയാം. അത് മുല്ലമാഷായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മുല്ലമാഷ് അസാധ്യമായിട്ട് എഴുതുന്ന ആളാണ് അദ്ദേഹം. ഭാസ്കരൻ മാഷ് ഭയങ്കര കുഴപ്പമാണ്. കാരണം തലയിൽ മുണ്ട് കെട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇടോ ഉണ്ടേ എന്നൊക്കെ വിളിച്ച് വരും വീട്ടിൽ. അങ്ങനെ വന്നിട്ട് നമ്മുടെ പാട്ട് ശരി, നീ എന്താ ചെയ്യാത്ത, ഞാൻ 4 പാട്ട് കൂടി ഞാൻ ശരിക്കുണ്ട് അത് നോക്കുന്നു. അങ്ങനെയൊക്കെ വന്നിട്ട് ആൾ അട്ടഹാസത്തിലാണ് വരിക. എത്ര പ്രാവശ്യം വാഴത്തോപ്പിലൊക്കെ ഞാൻ കിടന്ന് ഓടിയിട്ടുണ്ടെന്ന് പറയുമോ, ഇങ്ങനെ എന്നെ ഓടിച്ചിട്ട് ഈ പാട്ട് എഴുതി കിട്ടാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ബന്ധപ്പെട്ട് 10-15 പാട്ടാളുടെ ഇത് കിട്ടിയത് സുന്ദരമായ പാട്ടുകളായി തീർന്നു. അത്ര നന്നായിട്ട് വന്നു. അതിലത്തെ ആദ്യം വരുന്ന പാട്ടാണ് കൈക്കമാനത്തെ മലമേലെ കേൾക്കുന്നൊരു തമരടി, കറുത്തമാനം വെളുപ്പിക്കും കതിരോൻ്റെ ചിറകടി. കൈക്കമാനത്തെ മലമേലെ കേൾക്കുന്നൊരു തമരടി, കറുത്തമാനം വെളുപ്പിക്കും കതിരോൻ്റെ ചിറകടി.
മല തുരന്ന് ചേർക്കുന്നു പുഴനി താരനാണിന്നെ ഹൈ കൈക്കമരത്തെ മലമേ അതിൻ്റെ പാട്ടാണ്. എതക്കുന്ന് വന്നാലും വടക്കുന്ന് വന്നാലും തെയ്യത്തിന് ജമ്മാന പന്തൽ നക്ഷത്ര പൂമാല മാറില് ചെമ്പരത്തിപ്പൂ കണ്ണിൽ തട്ടകത്തുള്ളവർക്ക് തമ്പ്രാക്കളായവർക്ക് കാട്ടിലും നാട്ടിലും പൊന്ന് കാടിൻ്റെ മക്കള് വേട്ടപ്പണ്ടങ്ങൾ കത്തുന്നൊരുള്ളിൻ്റെ കണ്ണ് തെക്കുന്ന് വന്നാലും വടക്കുന്ന് വന്നാലും തെയ്യത്തിന് ജമ്മാന പന്തൽ ഒക്കെ അങ്ങനെയാണ്. അത് വീണപ്പോ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് വീണപോലത്തെ ഫോക്കുണ്ട്, ഫോക്ക് രണ്ടെണ്ണമുണ്ട്. ഈ ഫോക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ രീതിയിൽ ഉണ്ടാക്കുകയും ജനങ്ങൾക്ക് തൃപ്തിയാവുകയും ചെയ്യാന്നുള്ളതാണ്. അത് പഠിക്കും. വീണപൂവ് ജൻസി പാടിയതാ. സ്വപ്നം കൊണ്ടു തുലാഭാരം നീർന്നപ്പോൾ സ്വർഗം സമ്മാനിച്ച മുത്തേ അമ്മയായി പാടിയുറക്കാം ഞാനെ കൺമണിയായി നിന്നെ പോറ്റാം. സ്വപ്നം കൊണ്ടു തുലാഭാരം നീർന്നപ്പോൾ സ്വർഗം സമ്മാനിച്ച മുത്തേ. പക്ഷേ ഇതിൽ നമ്മൾ ദാസേട്ടൻ എന്ന് പറയുന്ന ഗായകനെ കൂടി നോക്കണം. ഈ പാട്ടുകൾ പാടിയ ഈ ഗ്രാമീണ കാലങ്ങളൊക്കെ, അതായത് ആ മാഷ ആ പുല്ലുവൻ പാട്ട് ദാസേട്ടനെ പാടിയെന്ന് പലർക്കും അറിയില്ല. ആ സിനിമയിലെ പാട്ട് അല്ലേ? ഈ പാട്ടിൻ്റെ അനുഭവം നല്ല രസമാണ്. കൗമാര കൗതുകം പൊന്നിൻ ചിലമ്പിട്ട് തുള്ളിക്കളിക്കും പാഴിരുൾ മൂടുന്ന നാലു കെട്ടിൽ ആരോ മൂകമായി തേങ്ങുന്നു, മൂകമായി തേങ്ങുന്നു. സ്വപ്നം കൊണ്ട് തുലാഭാരം നേർന്നപ്പോൾ സ്വർഗം സമ്മാനിച്ച മുത്തേ അമ്മയായി പാടി ഉറക്കാം ഞാനൻ കൺമണിയായി നിന്നെ പോറ്റാം. ഇതൊരു സുഖമാണ്. ജെൻസിയും ദാസേട്ടനും കൂടി ഒരു പുള്ളുവൻ പാട്ട് പാടി. അത് മാഷ് അത് ആ ദാസേട്ടനാന്നുള്ളത് സത്യം പറഞ്ഞാൽ പലർക്കും അറിയില്ല. അതെങ്ങനെയാ അത് മാഷ് അത് പാടിച്ചു ദാസേട്ടൻ? അത് പാട്ട് ഉണ്ടാക്കിയപ്പോൾ ഈ അമ്പിളി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്കകത്ത് പുള്ളുവന്മാരുടെ വീട് വേടാന്തരം പോയിട്ട് ഈ റിസർച്ച് ചെയ്യുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. ഈ നാടോടി കാരണം നാടൻ പാട്ടുകളൊക്കെ ആ റിസർച്ച് ചെയ്യുന്ന ആൾക്ക് ഒരു വീട്ടിൽ ചെന്ന് പാട്ടും കേൾക്കുമ്പോൾ അവർ പുള്ളുവനും പുള്ളത്തിനും വീട്ടിലെത്തി ചെന്ന് കേൾക്കുമ്പോൾ പുള്ളുവനും പുള്ളത്തിനും കുടം വീണൊക്കെ എടുത്തിട്ട് അവരവരുടെ രീതിയിൽ പാടല്ലേ. അപ്പോൾ ലൈവായിട്ട് വരണമെങ്കിൽ സിനിമാറ്റിക് ആണെങ്കിൽ പോലും അത് നമുക്ക് തോന്നുമ്പോൾ നല്ല കർണാടക സംഗീതമൊക്കെ പഠിച്ച് നല്ല വിവരമുള്ളൊരു പാട്ടുകാരനോ പാട്ടുകാരി എല്ലാവരും അവർക്ക് ഭാഷാ സ്വാധീനമില്ല. എവിടെ മുറിക്കാം, എങ്ങനെയായിരിക്കും അതിൻ്റെ അക്ഷരങ്ങൾ മുറിഞ്ഞാൽ അർത്ഥം മാറുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അവരിങ്ങനെ പാടുന്നു, ശ്രുതി ചേർന്ന് കിട്ടിയാൽ കൊള്ളാം. എന്നിട്ടത് നാസലൊക്കെ നിറയണം വന്നിട്ട് നാസിക പ്രയോഗമേ അത് ആവശ്യമില്ലാണ്ട് നാസലൊക്കെ വരാന്നുള്ള ശബ്ദത്തിൽ വളരെ മോശമല്ലേ. അപ്പോൾ അവരങ്ങനെയൊന്നും മോശം നല്ലതൊന്നും അറിയില്ല, അങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആകണം എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ലൈവായിട്ട് ചെയ്യുന്ന ഒരു പടമായതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ദാസാറിനെ കൊണ്ട് പാടിക്കണം എന്നുള്ള നിർബന്ധമാണ് താനും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞപ്പോൾ അപ്പോൾ ശബ്ദം ഒന്ന് മാറ്റിയിട്ട് ദാസേട്ടൻ അങ്ങനെ നമുക്ക് ഒന്ന് പാടാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ശബ്ദം തരക്കേടില്ലാന്നാണ് ആൾക്കാർക്ക് പറയുന്നത്. തിരക്ക് എൻ്റെ ശബ്ദം പറ്റില്ലേ? എൻ്റെ ശബ്ദം തരക്കേടില്ലാന്ന് എല്ലാവരും പറയണ്ടല്ലോ, നിനക്ക് എൻ്റെ ശബ്ദം പോരെ, മാറ്റണോ എന്നൊക്കെ പറഞ്ഞു. അവിടെ ഭയങ്കര വഴക്കാവാൻ പ്ലാനാ. അപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞ മനസ്സിലാക്കി. അങ്ങനെയല്ല, ഇത് വളരെ ലൈവായിട്ട് ചെയ്താണ് ഡയറക്ടർ ഇങ്ങനെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളുവന്മാർ വീട്ടിൽ പോയി കേൾക്കണം. അപ്പോൾ അവരിരുന്നിട്ട് ചമ്പരം പഠിച്ച് ഇരുന്നിട്ടൊക്കെ ഇരുന്ന് പാടി കേൾപ്പിക്കുമ്പോൾ ആ ഫീലുണ്ടാവണം, അതിന് വേണ്ടി നമ്മൾ. അപ്പോൾ അതെങ്ങനെ അപ്പം അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി
ഗണപതിയോ ശിവനും വാണീദേവിയും തുണയരുളയണമെന്ന് സൽക്കഥ ചൊല്ലുവാൻ കന്നിമാസത്തിലെ ആയില്ലം നാളിൽ പന്ന കറാണിയാം കദ്രു പെറ്റുണ്ടായ ശ്രേഷ്ഠനാനന്ദനു വസുഗീതക്ഷകൻ കാർഗോടകൻ തൊട്ടുള്ളായിരം നാഗങ്ങൾ. ഇത് വൃത്തിയായിട്ടോ കന്നിമാസത്തിലെ ആയില്യം നാളിൽ. മനോഹരമായ പാട്ടായി അങ്ങനെ പാടുമല്ലോ. അതല്ല, കന്നിമാസത്തിലെ ആയില്യം നാളിൽ പന്ന പ്രാണിയാം കദ്രു പെറ്റുണ്ടായ ഇങ്ങനെ പാടുന്ന പറഞ്ഞപ്പോൾ എന്നുകൊണ്ട് മൂപ്പര് ഇങ്ങോട്ട് എത്തും. അന്ന് ഒരു സന്തോഷമുണ്ടായ ഒരു ഏറ്റവും വലിയ അനുഗ്രഹമുള്ള സംഭവം എന്ന് പറയുമോ, ദാസേട്ടൻ്റെ അമ്മയും ഉണ്ടായിരുന്നു ഈ പാട്ട് റെക്കോർഡ് ചെയ്ത സമയത്ത്. തരങ്ങണിയിൽ ചൗക്കാളം വിരിച്ചിട്ട് ഇരുന്ന് നിലത്തിരിക്കുക. അപ്പോൾ ഒരു പുള്ളൂരും പുള്ളോത്തിയുണ്ട്, കുടമുണ്ട്, വീടയുണ്ട്. അവരെ ഞാൻ കൊണ്ടുവന്നുണ്ട് ഒറിജിനൽ ആവട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പാട്ട് ജനസി തലേദിവസം വന്ന് പഠിച്ചു. ദാസേട്ടനായിട്ട് പാടുമ്പോൾ അതിനോട് ചേർന്ന് അദ്ദേഹം അങ്ങോട്ട് ശബ്ദമൊക്കെ ആക്കി ഗണപതിയോ ജീവനോ അങ്ങോട്ട് പാടി ശബ്ദം വികൃതമാക്കാന്ന് പറയണേ. വികൃതമല്ല, ഈ സ്ലാഗിലേക്ക് അവൾ നിർത്തും. ഒരാൾക്ക് കേട്ടാൽ മനസ്സിലാവില്ല വിശ്വാസമാണ്, ധോണയും തോന്നുള്ളൂ. അതിപ്പോഴും ആൾക്കാർക്ക്, വളരെയധികം ആൾക്കാർക്ക് അറിയില്ല വിശ്വാസമാണ്, പാട്ട് കേട്ടാൽ മനസ്സിലാവില്ല. അങ്ങനെയാണ് ആ പാട്ടുണ്ടായത്. അതിമനോഹരമായി. അത് രാഘമാഷാണല്ലോ അതിൻ്റെ, നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണ് എൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് കടന്നതും. അതുപോലെ അല്ലാതെ നമുക്ക് നമ്മുടെ രീതിയിലാണെങ്കിലും നമ്മുടെ രീതിയിലാക്കേണ്ടത് അവനവൻ്റെ സ്വന്തം കാര്യമല്ലേ. പ്രേരണ രാഘവമാഷ മാല്യത്തിലൂടെ വന്ന ഒരു ബ്രഹ്മാനത്തെ കൊണ്ട് പാടിച്ചൊരു പുള്ളൂർ പാട്ടാണ്. ആ ശ്രീമഹാദേവൻ തൻ്റെ ശ്രീപുള്ളൂർ കുടം കൊണ്ട് ഓമന ഉണ്ണീടെ നാവേറ് പാടും. അതാണ് പ്രേരണ. അതുകൊണ്ടാണ് ഇങ്ങനൊരു പാട്ടുണ്ടാക്കാൻ സ്വാധീനിച്ചതും എനിക്ക് തോന്നിയത്. മുല്ലനഴി ഇത് എഴുതിയിട്ടുള്ളത്. ആ, അത് നിങ്ങളുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ. അത് അത്രയും പറയാതിരിക്കാൻ പറ്റില്ല. മുല്ലനഴി മാഷെ കൊണ്ടാണ് ഇത് എഴുതിച്ചത്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഈ മഹാഭാരതത്തെ കിളിപ്പാട്ട് അംശത്തിൽ നിന്ന് പുള്ളന്മാർ പാടുന്ന വരികളൊക്കെ അതാ മഹാഭാരതത്തിലെ കിളിപ്പാട്ട് അംശമല്ലേ, ആ പോർഷനിൽ നിന്നുള്ള ചില വരികൾ എടുത്തിട്ടാണ് പുള്ളമാട്ട് പാടാറ് പതിവ്. ഞാൻ കുറേ പുള്ളമാട്ട് പാടിയിട്ടുണ്ട്. മാഷ് ട്യൂണിനനുസരിച്ച് എഴുതിയിട്ടുണ്ടോ? മുല്ലനഴി മാഷെ കൊണ്ട് ട്യൂണിനനുസരിച്ച് എഴുതിയിട്ടുണ്ടോ? അതാണ് ഇത് ട്യൂൺ കൊടുത്തു. കാരണം ഈ പറയുന്ന പൈങ്കിളി പൈതലേ ഭംഗിയിൽ ചൊല്ലടോ പങ്കജാക്ഷൻ കഥാപങ്കങ്ങൾ നീക്കുവാൻ എങ്കിലോ കേൾപ്പിൻ താ ബോധനന്മാരോട് സംക്ഷേപമായി അങ്ങനെ വരി കൊടുത്തു. സംക്ഷേപമായി സൂതരിങ്ങനെ ചൊന്നപ്പോൾ നന്മജാരുണ്യ നീവാസികൾക്കായുള്ള ആരാരേ താരാരിറ്റി എങ്ങനെ ഈ വരികൾ കൊടുത്തു ഇങ്ങനെ പാടി. ഇങ്ങനെ ഞാൻ മാഷ ഇല്ലത്ത് പോയിട്ട് പറഞ്ഞു കൊടുത്തു. പൈങ്കിളി പൈങ്കലെ അങ്ങനെയുള്ള വരികൾ കിട്ടിയാൽ നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ തോന്നും. അങ്ങനെ കൊടുത്തപ്പോഴാണ് അതല്ലാത്ത വരികളാണ് എഴുതി. ആ കന്നിമാസത്തിൽ തുടങ്ങി. എന്തൊരു ജീനിസ്, എന്ത് ഗംഭീര. അതാണ് ആ പുള്ളോമ്പാട്ട് അങ്ങനെ വന്നത്. ജനിച്ച് അത് ഫീമെയിൽ വർഷം ഗംഭീരയുടെ പാടി. ആ അതാണ് ആ. പിന്നെ നമ്മൾ മാഷ ഉള്ളപ്പോൾ മാഷെ പറ്റി മാഷായിട്ട് എന്ത് സംസാരിക്കുമ്പോഴും മാഷ പര്യായമായിട്ട് മാറിയിട്ടുള്ളൊരു പാട്ടുണ്ട്, കൽപ്പാന്ത കാലത്തോളം. അല്ല ഈ മാഷ് തന്നെ പറയും, മാഷ് നാട്ടിൽ ഈ പാട്ടൊക്കെ കമ്പോസ് ചെയ്ത് കുറച്ചൊക്കെ അറിയപ്പെടുന്ന ആളായപ്പോൾ ആളുകൾ പറയും അതാ കൽപ്പാന്ത കാലം പോകുന്നു. അതെ, അങ്ങനെ പറയാ. എന്നെ അതിൽ കെട്ടിട്ടു. മാസ്റ്ററിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഒരുപാട് പേര് റെസ്പോൺസ് എടുക്കാൻ ചെന്നപ്പോഴും മാസ്റ്റർ പാടിയത് കൽപ്പാന്ത കാലത്തോളമാണ്. അല്ല എനിക്കറിയില്ല. ഞാൻ ഈ അവാർഡ് കിട്ടുന്നോ അവാർഡിന് അയക്കുന്നോ സത്യത്തിൽ എനിക്കിതൊന്നും അറിയില്ല. ഒരു 1.5 കൊല്ലം മുമ്പ് ഒരു പാട്ട് പാടിച്ചു. അങ്ങനെ 10-15 ആൾ വേറെയും പാടിച്ചിട്ടുണ്ട്. ആ പാട്ട് പാടുന്ന രീതിയിൽ ചെറുപ്പക്കാർ ഇപ്പോൾ ആരൊക്കെ നമ്മുടെ ഗുരുനാഥന്മാർക്ക് ശേഷം വന്നിട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാവരും പാടിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പാടിക്കപ്പോൾ കാരണം ആൾക്കാർക്ക് ഞാൻ പാടണം. എനിക്ക് മനസ്സിലായില്ല. 8 വയസ്സ് 9 വയസ്സിൽ പാട്ട് പാടി തുടങ്ങി.
ഞാൻ 65-ലൊക്കെ രാഘവമാഷ ദേവരായ മാഷ അടുത്ത് പോയി കാണുമ്പോൾ ദേവരായ മാഷക്ക് ഞാൻ പാടുന്നത് ഞാൻ ഉണ്ടാക്കിയ പാട്ട് അന്ന് പാടി കൊടുത്തത്. അപ്പോൾ എത്ര കൊല്ലം മുമ്പ് കൃഷി തുടങ്ങിയിട്ട്. അപ്പം അങ്ങനെ തുടങ്ങിയ ഞാൻ ഇന്നും ചെയ്യുന്ന ഞാൻ പാടാറുണ്ടെന്നും. പക്ഷേ ആൾക്കാർക്ക് ഈ കണ്ണും നട്ട് കത്തത്തിലുള്ള പാട്ട് പാടി കഴിഞ്ഞപ്പോഴാണ് ഗംഭീരമായിട്ടുണ്ടല്ലോ, അസറായിട്ടുണ്ടല്ലോ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. അത് ഇന്ദ്രൻസിന് വേണ്ടി അങ്ങനെ ഒരു പാട്ടുണ്ടാക്കി എം ജയചന്ദ്രൻ്റെ. അവന് അത് എൻ്റെ ശാരീരത്തിൻ്റെ നിലവാരം, എൻ്റെ റേഞ്ചും, എന്നെ അടി തൊട്ട് മുടി വരെ അറിയുന്ന ആളായതുകൊണ്ട് അങ്ങനെ ഒരു പാട്ടുണ്ടാക്കി എന്നാ പറയാൻ പറ്റും. അത് അസാധ്യമായിട്ട് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗംഭീര വരികളും അത് ഞാൻ പാടി. നമ്മുടെ ഭാവകാകൻ ചേട്ടൻ 4 വരി അവസാനം പാടി ഞങ്ങൾ ഒന്നിച്ച്. അല്ല, അദ്ദേഹം മദ്രാസിലെ പാടി 8 വരി മേജർ പോർഷൻ ഞാനാ പാടി, 4 വരി ചേട്ടനുള്ളൂ. പക്ഷേ ഈ പാട്ടിൽ 4-8 വരി പാടിയതാണ് ആൾക്കാർക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് പറയുന്നത്. അപ്പം ശബ്ദത്തിനെ പറ്റിയുള്ള പ്രാധാന്യം. അയ്യോ, അങ്ങനെയാണ് ആ പാട്ടുണ്ടായെന്ന് പറയാം. അതിനുശേഷമാണ് ഈ പാട്ടുകാരൊക്കെ വന്ന് പാടിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്നെ കൊണ്ട് പാടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ പാടിച്ചു. ഇതൊരു പാട്ടിൻ്റെ ഇങ്ങനെ സിനിമയ്ക്ക് പോയി അവാർഡിന് വേണ്ടി പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അവസാനം തൃശ്ശൂർ നോക്കിയപ്പോൾ 2-3 ക്യാമറക്കാർ എൻ്റെ പിന്നാലെ കിടന്നു കൊടുക്കുക. എന്നെ കണ്ടപ്പോഴേ ഞാൻ എലൈറ്റ് ഹോട്ടലിലെ പരിസരത്തുണ്ടായിരുന്നു അന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ ഒരു 3 സാർ നിൽക്കുന്നു. അവർ എന്താ നിങ്ങൾക്കെന്താ നിൽക്കോ? ഞാൻ ഒരു സാർ അവാർഡ്, സാർ എന്താ അവാർഡ് എടുത്ത്? ഞാൻ ഭയങ്കര ബഹളമായി. സാറിന് ഈ പ്രാവശ്യത്തെ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും നല്ല ഗായകൻ്റെ അവാർഡ് ഓടിച്ചിട്ട് പിടിച്ചു. ഏത് അവാർഡ്? എന്ത് നിങ്ങളെന്തേ അതേ ജനനം 1947, പ്രണയം തുടരുന്നു. എന്താ അതാണ് സിനിമയുടെ പേരെത്ര. എന്നിട്ട് പിന്നെ അവർ ഈ പാട്ട് സാർ പാടിയതല്ലോ എന്നോട്. ഇത് ഞാൻ പാടിയതാണല്ലോ. അതേലോ, അത് ഞാൻ പാടിയതാണ്. ഇതിനാ പാടുന്നു. പക്ഷേ എൻ്റെ ദൈവം, ഞാൻ വിശ്വസിച്ചില്ല. നോക്കിയപ്പോൾ ഇതാണ് പാട്ട്. അത് കുറച്ച് കാലം മുമ്പ് പാടിയതാ. അത് സിനിമയ്ക്കാണെന്ന് എനിക്കറിയില്ല. അതിനുശേഷം പാടിയ പാട്ടുകളും വേറെ പലതുമുണ്ട്. ലവ് യു മുത്ത ലവ് യു, അതൊക്കെ ഞാൻ പാടിക്കളല്ലേ. പിന്നെ ദൈവമേ, അല്ല ദൈവമല്ല, എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്, ഓർക്കാപ്പുറത്തിൻ്റെ പിന്നീന്നൊരു അടി ഇത്, ഇതൊക്കെ പാടിയിട്ടുള്ള ഞാനാണേ. അപ്പോൾ ആരെങ്കിലും ഇലക്ഷന് തോറ്റാ അപ്പം ഈ സാധനം വരും. എന്ത് വിധി ഇത്. അത് ഭയങ്കര ടി വിയുടെ അകത്ത് ഈ മിമിക്രിക്കാരൊക്കെ അത് കൊണ്ട് നടക്കുക. അതിനൊരു വാക്കുണ്ട് മാസ്റ്റർ, വൈറൽ. അങ്ങനെ അതേമാതിരി നമ്മുടെ മറ്റേ ഒരു പാടത്തുണ്ട്, ആ ഹിന്ദുസ്ഥാനിക്കാരൻ സംഗീതത്തിലൊരു പാട്ട്, അതും ഹിറ്റാ. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും, കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും, കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ, കട്ടെടുത്തതാരാ? പൊന്നുകൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? ഓ, കൊയ്തെടുത്തതാരാ? കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മതൻ കണ്ണീരു തിളച്ചിരുന്നു. അങ്ങനെ ഞാനെന്നും കരഞ്ഞിരുന്നു. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? അങ്ങനെ പാടുന്ന പാട്ടുണ്ട്. അങ്ങനെ കുറെ പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഈ മ്യൂസിക് ഡയറക്ഷൻ ഒന്നും കിട്ടാത്തൊരു അവാർഡാണ് മികച്ച ഗായകനുള്ള. പക്ഷെ മ്യൂസിക് ഡയറക്ഷൻ ഒരു പ്രാവശ്യം ആർക്ക് നാഷണൽ അവാർഡ് വരെ അതിന്റെ ഫൈനൽ റൗണ്ട് വരെ പോയിട്ടില്ലേ? അത് ലാസ്റ്റ് റൗണ്ടിൽ തള്ളി.
അതിലൊരു ചെറിയൊരു വേർഡ് അത് കാതമദ്രയിലെ പാട്ട്. വ്യാഖ്യാനിച്ച് കൊടുത്തപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ ഒരു മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവം അത് തെറ്റിദ്ധരിച്ചപ്പോൾ അയാൾ ജൂറി ചെയർമാൻ അത് വേണ്ട വെച്ചു. അങ്ങനെ ലാസ്റ്റ് മാറ്റി വെച്ചത് അതാണ്. അമ്പലമില്ലാതെ അൽത്തറയും വാഴും ഓങ്കാരമൂർത്തി ഒച്ചറയിൽ കാമനെ ചുട്ടൊരു കണ്ണിൽ കനലല്ല കാമമാണിപ്പോൾ ജ്വലിപ്പതെന്നോ കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ. ഇതാണ് വ്യാഖ്യാനിച്ച് കൊടുത്തത്. ഒളിസേവ എന്തൊരു നല്ല സഭ്യഭാഷയത്. അതിൻ്റെ മലയാളം അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം പറഞ്ഞാൽ എന്തിനാ കൊള്ളുക? അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിച്ച് കൊടുത്തപ്പോൾ അത് മാറ്റി ലാസ്റ്റ് റൗണ്ടിൽ. അങ്ങനെ പലതുണ്ട്. 4-5 പാട്ടുകളിലെ സംഗീതത്തിന് വീടിൻ്റെ ഒരു മാറൽ, അതേമാതിരി തന്നെ പാടുവാരി വന്നിട്ട് പടിവാതിൽക്കൽ, താരോലം പതിൽ പിന്നെ കിട്ടി, അത് ചിത്രയ്ക്ക് കൊടുത്തു പോയി. അങ്ങനെ കുറേ അവാർഡ് പരിഗണിക്കപ്പെട്ടിട്ട് അവസാനം മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഈ പടത്തിലത്തെ പാട്ട് ഇന്ദ്രൻസ് പാടിയുള്ള ഒരു പടത്തിലെ പാട്ടുണ്ട്, അതിനാണ് അയാൾക്ക് അവാർഡ്. ആളൊരുക്കം എന്ന സിനിമയിൽ പാടിയ പാട്ട്, അത് റോണി റാഫേൽ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള മ്യൂസിക് ഡയറക്ടറെ അദ്ദേഹത്തിൻ്റെ പാട്ടായിരുന്നു അത് ഞാൻ പാടി. അതാണ് ഇന്ദ്രൻസിന് അവാർഡ് കിട്ടിയത്. അത് എനിക്കും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പ്രൊഡ്യൂസറെ വിളിച്ച് പറഞ്ഞു 3 അവാർഡ് ഉറപ്പാണ്, പിറ്റേന്ന് ഒരു അവാർഡുള്ളോ, ബാക്കിയൊന്നുമില്ല. അങ്ങനെ പല അനുഭവമുണ്ട്. നമ്മൾ അവാർഡിൻ്റെ പുറകെ പോവുകയോ അവാർഡ് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല, ആ വഴിക്കൊന്നും ഞാൻ പോകാറുമില്ല. എന്തായാലും കൽപ്പാന്ത കാലത്തോളം മാഷ് പാടി തന്നെ പറ്റൂ. കാരണം അത് മാഷിന്റെ ഒരു പര്യായമാണ്. അതിന്റെ കമ്പോസിഷൻ അത് ശരിക്കും പറഞ്ഞാൽ വേറൊരു മ്യൂസിക് ഡയറക്ടർ ആദ്യം ചെയ്തിരുന്നു. അത് ആദ്യം അതായത് ഒരു നാടകത്തിന് വേണ്ടി ചെയ്താണ് പോലും. നാടകത്തിന് വേണ്ടി 4-5 പാട്ടുണ്ടാക്കി, 4 പാട്ട് നാടകത്തിന് പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ശ്രീമൂലം വിജയൻ എന്ന് പറയുന്ന ആൾ ഈ പാട്ട് എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു തൽക്കാലം നമ്മളിപ്പോൾ ഒരു 3-4 നടത്തിന് പാടി നിർത്തി വയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ സംഗീതം ചെയ്യാൻ വേണ്ടിയിട്ട് പെരുമ്പാവൂർ നാടകശാലയുടെ നാടകത്തിന് ചെന്നപ്പോൾ രംഗം എന്നൊരു നാടകം കാർഡി ഗോപി എഴുതുന്നു. അതിൻ്റെ സംവിധാനം ശ്രീമൂലം വിജയനാണ്. അവിടെ സംഗീത സംവിധാനത്തിന് വേണ്ടി ചെന്നപ്പോൾ ഈ ശ്രീമൂലം വിജയൻ എന്ന് പറഞ്ഞാൽ അന്ന് കണ്ടു, പരിചയപ്പെട്ടു. ഒരു 5-6 ദിവസം ഇപ്പോൾ ഭയങ്കര അടുപ്പായി. അപ്പോൾ ആളെന്നോട് പറഞ്ഞു ഗധൻ ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് ഒരു പാട്ട് നമുക്ക് 4 പാട്ട് വേണം. ഈ ഒരു പാട്ട് നമുക്ക് എൻ്റെ നാടകത്തിന് വേണ്ടി വേറൊരാൾ ചെയ്തതാണ്, പക്ഷേ ആ വരികൾക്ക് ഇങ്ങനെയല്ല ട്യൂൺ വേണ്ടതെന്നോ എങ്ങനെ വേണമെന്ന് പറയാൻ എനിക്ക് അറിയില്ല. അപ്പോൾ അതൊന്ന് മാറ്റി ചെയ്താൽ നമുക്ക് ദാസേട്ടനെ കൊണ്ട് യേശുദാസിനോട് പാടിക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. പക്ഷേ വേറൊരാൾ ചെയ്ത് ഞാൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. ഞാൻ കേട്ടിട്ടില്ല എന്നാൽ പിന്നെ ഫ്രഷായിട്ട് അങ്ങോട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് വരി എനിക്ക് തരാ. അങ്ങനെ വരി തന്നിട്ട് കുറേ കാലം നടന്നു. ഇതെന്താ വേണ്ടതെന്ന് വെച്ചാലായിരിക്കും ഈ 12 വരിനൊക്കെ കാ 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 കാന്നാണ്. ഈ കായിൽ തുടങ്ങിയിട്ട് കാ തന്നെയൊക്കെ കുറേ പ്രാവശ്യം പല സ്ഥലങ്ങളിലും പോയി നോക്കി അവസാനം അതിനൊരു ഇങ്ങനെ ഒരു ഈണത്തിൽ നിർത്താം എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അവസാനം ഈ പാട്ട് റെക്കോർഡിങ്ങിന് മുൻപ് കലാമണ്ഡലം ഹൈദരാലി ഞാനും കൂടെ കലാമണ്ഡലം ക്ഷേമാവതിയുടെ ട്രൂപ്പിൽ സംഗീത വിഭാഗം കൈകാര്യം ചെയ്യാണ്. ഞാൻ ഹാർമോണിയം വായിക്കും, കലാമണ്ഡലം ഹൈദരാലി പാടും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ദിവസത്തിൽ ഒരു മാസത്തിൽ 15 പരിപാടി ഓരോ ജില്ലയിലാവും. അപ്പോൾ പറവൂർ ഗസ്റ്റ് ഹൗസിൽ എറണാകുളം ജില്ലയിലത്തെ പരിപാടിക്ക് അവിടെ താമസമാണ്. 15 ദിവസം പരിപാടിയുണ്ട്. അപ്പോൾ എളുപ്പം പോരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു മുറിയിലാണ് താമസിക്കുക. അപ്പോൾ ഹൈദരിന് നേരം വിളിച്ചായിട്ട് എൻ്റെ കുളിക്കുന്നതിന് മുമ്പ് എടാ ഹൈദരു ഞാനൊരു മെലഡി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ദാസേട്ടനെ കൊണ്ട് പാടിക്കാനാണ്, നീ ഒന്ന് കേട്ടു നോക്കിയേ, ഒന്ന് അഭിപ്രായം പറയാൻ പറഞ്ഞു. അപ്പോൾ ഇരുന്നു രണ്ടാളും ഞാനത് കേൾപ്പിച്ചപ്പോൾ ആളിങ്ങനെ ഒന്നുകൂടി പാടാൻ പറഞ്ഞു. അത് ഒന്നുകൂടി പാടി. ഇത് സൂപ്പർ ഹിറ്റായ യേശുദാസ് പാടിയ നീ ഇത് ഞാൻ ഒന്നും പറയില്ല, ഇത് ഭയങ്കരമായിട്ട് ജനങ്ങൾ സ്വീകരിക്കും, ഗംഭീര എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് ആദ്യമായിട്ട് റിപ്പോർട്ട് തന്നത് മോരാ. ഒരു അറം പറ്റിയ മരിയത് എന്തിനു പറയണു. ഇത് പോയി യേശുദാസിനെ കൊണ്ട് പാടിച്ചു, മദ്രാസ് ചെന്നു. അന്ന് പുതിയ ടെക്നോളജി ഇല്ലല്ലോ, 76 84 കാണുക. കാരണം ഇത് കഴിഞ്ഞിട്ട് 6 കൊല്ലം കഴിഞ്ഞാൽ ഷൂട്ടിങ് തുടങ്ങി. ഈ പാട്ട് സൂപ്പർ ഹിറ്റായി 2 പടം കഴിഞ്ഞിട്ടാണ് ഈ പടത്തിൻ്റെ ഷൂട്ടിങ് തുടങ്ങിയത്. അപ്പോൾ ഈ പടം ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഡേറ്റ് 84 അതാണ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുക. 76 ചെയ്ത പാട്ടാ. ആഗമനം എന്നുള്ള പാട്ടാണ് ആദ്യം വന്നത്. അത് നന്ദിയാർ വട്ടത്തിൽ പൂവുകൊണ്ട് നടുവലർ വിളക്കളിച്ചാന്തുകൊണ്ട് യേശുദാസ് പാടിയത്, സോമൻ അഭിനയിക്കുന്നത്. അതിൽ ജാനിയമ്മ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, നമ്മുടെ ഭാവകായൻ ജയേട്ടൻ ഒരു പാടിയിട്ടുണ്ട്, തപ്പ് കൊട്ടി തകിര് കൊട്ടി കൈമണി കൊട്ടി
തക്കിട ദേവി താളത്തിൽ പാടൻ്റെ പൊന്നളിയ ഉഷാരവി കൂടിയിട്ടാണ് പാടിയുള്ളത്. എത്ര കൊല്ലം മുമ്പ് അതാണ് അതറിയിട്ടാണ് ഇതൊക്കെ വന്നതേ. അപ്പോൾ അങ്ങനെ റെക്കോർഡിങ് കഴിഞ്ഞു. അന്നൊക്കെ ഈ പറഞ്ഞ ട്രാക്ക് ഇല്ലാത്തതുകൊണ്ടേ അനവധി പ്രാവശ്യം പാടി. ചരിത്രപ്രധാനല്ലേ ജോൺസൺ മാഷുടെ ആദ്യത്തെ ആദ്യം കണ്ടക്ട് ചെയ്ത സിനിമയുടെ പാട്ടതാ. അവൻ സിനിമയ്ക്ക് ഇത് വന്നിട്ടില്ലാത്തേ. അന്ന് ദേവരായ മാഷ കൂടെ നമുക്ക് നമ്മുടെ ഈ ഇതിന് ശേഷം രവീന്ദ്രൻ മാഷ് ജോൺസന് ശേഷം ആദ്യം വിദ്യാധരൻ പിന്നെ ജോൺസൺ രവീന്ദ്രനാണ്. അത് ദേവരായ മാഷും 2 പ്രാവശ്യം പത്രത്തിൽ പറയട്ടായിട്ട് വിദ്യാധരനും ജോൺസനെയും രവീന്ദ്രനെയും ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നാ ദേവരാജൻ പറഞ്ഞിട്ടുള്ളത്. ദേവരാജൻ മാഷ പറഞ്ഞിട്ടുള്ള മനോരമയിലോ എന്നുള്ളത് കട്ടിങ് സെൻ്ററിലുണ്ട്. അത് വേറൊരു ഇഷ്യൂ കൂടി ഉണ്ടായിപ്പോൾ ചെയ്തിട്ടുള്ളതാണ്. അല്ല അങ്ങനെയാണ് ഈ പാട്ടുണ്ടായത്. വിദ്യാസാഗറിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. വിദ്യാസാഗറിനും ഇല്ല. അയാൾ വൈബ്രഫോൺ വായിക്കാൻ വന്നിട്ടുണ്ട് 1-2 പാട്ടുകൾക്ക് പണ്ട്. അപ്പോൾ വിദ്യാസാഗറിൻ്റെ പേരും എൻ്റെ പേരും തമ്മിൽ തെറ്റിയിട്ടേ സാറ് വിദ്യാസാഗർ സാറല്ലേ? അല്ല, ഞാൻ വിദ്യാധരൻ. വിദ്യാസാഗർ തമിഴിലുള്ള ആളാണ്, ജൂനിയറാണ് എന്നേക്കാൾ. അദ്ദേഹത്തിൻ്റെ പേര് വിദ്യാസാഗർ, ഞാൻ വിദ്യാധരൻ എന്ന് പറയും. എത്ര ആൾക്കാരെന്ന് തെറ്റിയ എവിടെ പോണ് വിദ്യാസാഗർ സാറല്ലേ, രാജാമണി സാറല്ലേ, എന്തൊക്കെ ആൾക്കാർ എന്തൊക്കെ പറയാം. അർജുന മാഷല്ലേ നമ്മൾ ചെയ്യും. ഈ കഴിഞ്ഞ മാസം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. എന്താ സംഭവം അറിയോ? നമസ്കാരം സാറേ, വാമന നമ്പൂരി സാറില്ലേ, ഞാൻ അവർ വിളിച്ചുകൊണ്ടുപോയി അമ്മിമോളും വിളിച്ചുകൊണ്ടുപോയിട്ട് പറഞ്ഞു, എന്തെങ്കിലും സംശയം തോന്നിയാൽ നിങ്ങൾക്ക് തോന്നിയ പേര് പറയല്ല. എന്താണ് ആള്, നല്ല ചായയും നല്ലോണം പരിചയം തോന്നുന്നുണ്ടല്ലോ, ഒന്ന് പേര് പറയോ? അതാണ് ബുദ്ധി ഔചിത്യം. രാജാമണി സാറല്ലേ എന്നൊന്നും ചോദിക്കും, നിങ്ങളുടെ ഇഷ്ടത്തിൽ ചോദിക്കരുത്. ഇത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. എത്ര പ്രാവശ്യം ആൾക്കാരിങ്ങനെ അനുവദിച്ചിട്ടുണ്ട്. പയ്യന്നൂര് ഒരു 10-25 കിലോമീറ്റർ അത്ഭുതമില്ല. പക്ഷെ ഞാൻ ഉദയഭാൻ ചേട്ടനോടെ ഒരാൾ വന്ന് എം രാജയല്ലേ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ അനൗൺസ് ചെയ്യണ ഞാൻ ചെന്നപ്പോഴേ അവിടെ പയ്യന്നൂരിൽ നിന്ന് 10-25 കിലോമീറ്റർ അകലെയാണ്. അക്ഷരനായിട്ട് കാത്തിരിക്കുക. ഞാൻ പറയുന്നത് അപ്പുറത്ത് സംഘാടകരായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്റ്റേജിലൊരാൾ സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയങ്കരനായിട്ട് ദേവരാജ മാഷ് വന്നു ആ പറയുമ്പോഴേക്കും വായി പൊത്തി പിടിച്ച് വിദ്യാഭ്യാസം ഇതൊക്കെ മൈക്കിൽ കേൾക്കുക ഈ പറയുന്ന മുഴുവൻ. അങ്ങനെ കുറേ പൊതുജനങ്ങൾ അവർക്ക് അറിയില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണ്ടേ. എന്തെങ്കിലും തോന്നിയതാ പറയാ. അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ വിദ്യാസാഗർ സാറല്ല, വിദ്യാധരൻ കേട്ടോ. അത് അല്ല അത് വായിച്ചിട്ടുണ്ട്. അതുമില്ല, ഇപ്പം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കുറേ പാട്ടുകൾ, എൻ്റെ പാട്ടുകൾ, ചില പാട്ടുകൾ വിദ്യാസാഗറിൻ്റെ പേരില്ല. വിദ്യാസാഗറിൻ്റെ ഒറ്റ പാട്ട് എൻ്റെ പേരിലില്ല. അത് ആലോചിച്ച് നോക്കൂ. ഈ പേരിൻ്റെ കുഴപ്പമാണ്. വിദ്യാധരൻ വിദ്യാസാഗർ എന്നുള്ള പേര് ജനങ്ങൾ തെറ്റിയിട്ടേ അതന്നെ ഇത് രണ്ടും ഒന്നാണെന്ന് വെച്ചിട്ട് എന്തിനാ പറയുന്നത്. വയലാർ ദേവരാജ് എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടാളെന്ന് പറഞ്ഞില്ല. വയലാർ ദേവരാജ് എന്ന് പറഞ്ഞാൽ ഒരാളെന്ന് ആ അവൻ ആൾ ഭയങ്കര കേട്ടോ. ആര്? വയലാർ ദേവരാജനെ. എന്തൊരു പാട്ടുകൾ ഇങ്ങനെ പറയുന്നവരുണ്ട്. വയലാർ ആരാണ്, ദേവരാജൻ മാഷ ആരാണെന്ന് അറിയണ്ടേ. രണ്ടും ഒന്നാമെന്ന് വേണം. വയലാർ ദേവരാജൻ ഗംഭീരം ഇത് പറയണോ. അത് പിന്നെ മാറും. ഇത് ഒരിക്കലും പറ്റില്ല, ഇത് മാറില്ല. ഇതങ്ങനെ ധരിച്ചിട്ടില്ല. അല്ലാതെ ആൾക്കാർ ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണമെന്നാണ് ശരി. ഒന്നും പറ്റില്ല. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ ഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിന് കവർന്ന രാധികയെപ്പോലെ, കവർന്ന രാധികയെ പോലെ. കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ല നീ. കന്മത പൂവിടർന്ന കളിവിരുന്നൊരുക്കുന്ന, കന്മത പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കുന്ന കസ്തൂരിമാനല്ലോ നീ. കസ്തൂരി മാനല്ലോ നീ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ ഹാരവുമായി നിൽക്കും. കർപ്പൂരമെരിയുന്ന
കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണ് നീ, കർപ്പൂരമെരിയുന്ന കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണ് നീ, കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട, കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കതിർമയിതമയന്തി നീ, കതിർമയിതമയന്തി നീ. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. ഈ കവിതകൾ കമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ വെല്ലുവിളി. സാധാരണ ചെയ്യുന്ന മാതിരി വളരെ ഒരു കവിതയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിക് കൊണ്ട് ഒരു അടിവര ഇടുന്ന കാര്യമുള്ളൂ. അങ്ങനെ മാഷ് ചെയ്തിട്ടുള്ള മഞ്ഞിന് വിലോലമ ഒന്ന് രാജി ഒന്ന് പാടിയിട്ട് മാഷ് അതിൻ്റെ ഒരു കഥ, പ്രത്യേകിച്ച് MTയുടെ ഓർമ്മ കൂടിയാണ് ആ പാട്ട്, MT ആയിട്ട് ബന്ധപ്പെട്ട. മഞ്ഞിൻ വിലോലമാം യവനികയ്ക്കുള്ളിലൊരു മഞ്ഞ കിളിത്തൂവൽ പോലെ, മഞ്ഞിൻ വിലോലമാം യവനികയ്ക്കുള്ളിലൊരു മഞ്ഞ കിളിത്തൂവൽ പോലെ, ഓർമ്മയിലോടിയെത്തും ഏതോ സുസ്മിതം പോലെ, ഓമനൽ തിങ്കൾ കലമയങ്ങി നിൽക്കേ, മഞ്ഞിൻ വിലോലമാം യവനികയ്ക്കുള്ളിലൊരു മഞ്ഞ കിളിത്തൂവൽ പോലെ. ഇതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ക്രിയേഷൻ മാഷ്? MT ഇത് പവിത്രൻ്റെ പടമാണ്. ഞങ്ങൾ കോഴിക്കോട് വെസ്റ്റേൽ ഗസ്റ്റ് ഹൗസിലാണ്. അപ്പോൾ MT ഉണ്ട്, നമ്മുടെ ഓയിലി സാറുണ്ട്, ഞാനുണ്ട്, പവിത്രണ്ട്, ഇതിൻ്റെ പ്രൊഡ്യൂസറുണ്ട്. പ്രൊഡ്യൂസറും ആ ഡയറക്ടറും എഴുതിയ ആളും അന്ന് ഇത് ചെയ്യിച്ച ആളും ഇല്ല, അവർ 4 പേരൊന്നുമില്ല. ഇത് കമ്പോസ് ചെയ്യുമ്പോൾ ഓയിലി സാറിനെ കൊണ്ട് ഇങ്ങനെ മാറ്റി ഓരോ ഇവർ ഇങ്ങനെ നോക്കാനിരിക്കും. പാട്ട് എഴുതി ഒരു മുറിയിൽ ഞാനും പവിത്രനും മറ്റേ അക്ബർ വേറെ ഓയിൽവി വേറെ, ഇങ്ങനെ അതിന് നിരത്തി എല്ലാ റൂമുകളിലും ഞങ്ങൾക്ക് താമസിക്കുക. 10 ദിവസം എടുത്തു 4 പാട്ടുകൾ ഉണ്ടാക്കിയതിൽ. അപ്പോൾ ഈ മഞ്ഞിൻ വിലോലമെന്നുള്ള പാട്ടുണ്ടാക്കുമ്പോൾ എഴുതിയിട്ട് മൂപ്പര് നോക്കും MT, അത് ഒന്നുകൂടി മാറ്റും. അങ്ങനെ ഓയിലി സാറിനെ കൊണ്ട് 2-3 പ്രാവശ്യം ഒന്ന് മാറ്റിച്ച് എഴുതിച്ചു ഒരു പാട്ട്. മഞ്ഞിൻ വിലോലമല്ല, അതിന് പകരമുള്ള. അപ്പോൾ എന്നോട് ഓയിലി സാർ വന്നിട്ട് പറയും, വിദ്യാധരൻ നമുക്കിത് മാത്രം പണിയുള്ളൂ, വേറൊരു പഠിക്കുന്നു പോട്ടെ. എന്നോട് ചോദിച്ചു, ഇത് മാത്രം ഇത് എഴുതി മാത്രം, അത് ആൾ കേൾക്കാട്ടെ എന്ന്. ബഹുമാനമുണ്ട്, പക്ഷേ അത് പറയാതെ എന്നോട് പറഞ്ഞു, നമുക്കിത് മാത്രം മതിയാവും, ഇത് എഴുതിന് വേറെ പാട്ടൊന്നും എഴുതാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അല്ല. അപ്പോൾ ഞാനങ്ങനെ ചിരിച്ചു. എന്തിനു പറയണു, അവസാനം വന്നത് ഇതാ, മഞ്ഞിൻ വിലോലമാം യവനികയ്ക്കുള്ളിലൊരു മഞ്ഞക്കിളി തൂവൽ പോലെ. അത് ഉറപ്പിച്ചു. അത് ഉറപ്പിച്ചപ്പോണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഗോതണ്ടമാണിന്നൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു SP പാരസ്പെടുത്തിട്ട്. ഇന്ന് ആ സ്റ്റുഡിയോ ഇല്ല, ആ പരിസരത്ത് ഫ്ലാറ്റായി. ആ സ്റ്റുഡിയോ രാധാമാധവ് ഇതൊക്കെ അവിടെ ചെയ്ത്. അപ്പോൾ ഈ ഓയിലി സാറ് എഴുതി, ഓയിലി സാറ് വരാൻ പറ്റില്ല, റെക്കോർഡിങ് ഞങ്ങൾ ഏൽപ്പിച്ചു. നമ്മളവിടെ FT ഉണ്ട്. റെക്കോർഡിങ്ങിൻ്റെ പൂജ കോതണ്ടമാണിയിൽ രാവിലെ 10 മണിക്ക് വെച്ചിരിക്കുക. അപ്പോൾ തലേദിവസം റാം ഇൻ്റർനാഷണൽ ഹോട്ടൽ നുങ്കമ്പകത്തൊരു ഹോട്ടലുണ്ട്, ഞാനവിടെ താമസിക്കുന്നത്. ഓയിലി സാറ് രാത്രി ഒരു 9 മണിക്ക് അവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കുക. MT സാറ് വന്നിട്ട് പറയാം, വൈശാലിയുടെ ഒരു തെലുങ്ക് പതിപ്പിൻ്റെ ഒപ്പിടണം. അപ്പം ഞാൻ ഒപ്പിട്ടാലും അത് ശരിയാവുള്ളൂ. അപ്പോൾ അതിന് ഇന്ന് കോൺട്രാക്ട് നാളെയാണ് രാവിലെ. അപ്പം ഞാനൊരു 11 മണിക്ക് മുമ്പ് വരാം, അവരോട് പറയണ്ട, പൂജയും കാര്യങ്ങളായിട്ടും മാഷോട് തുടങ്ങിക്കോളൂ, റെക്കോർഡിങ് തുടങ്ങി റിഹേഴ്സൽ തുടങ്ങി നോക്കിക്കോളൂ. ഏകദേശം ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നേക്കാം, പൂജയുടെ സമയത്ത് ഞാൻ ഉണ്ടാവില്ല, അത് അവരോട് പറയട്ടാന്ന്.
ഇന്ന് ഞങ്ങൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് ഇങ്ങനെ പറയും ശരി സാറേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ചപ്പാത്തിയൊക്കെ കഴിച്ച് അവിടുന്ന് മൂപ്പര് ശരി എന്ന് പറഞ്ഞിട്ട് എന്നെ ഉറപ്പിച്ച് പോയി MT സാറ് മുറിയത്. പിറ്റേ ദിവസം വന്നു പോളിക്രോമാണ് എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് അജിത്ത് ഇവിടെയുള്ള ആൾ വന്നു പാട്ട് റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ തന്നെ ആൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും കേൾക്കണ്ട, ജയമാഷും ONV സാറും ചെയ്യുമ്പോൾ സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ അപ്പോൾ ആദ്യം ഈ പാട്ട് തന്നെ നമ്മൾ റിഹേഴ്സൽ ചെയ്തപ്പോൾ കേട്ടല്ലോ, ഞങ്ങൾക്ക് ഇരുന്ന് മേഡം ഒരു 40,000 എൻ്റെ അടുത്ത് ഇയാളതിന് കൊടുത്തു. അത് പറഞ്ഞില്ല, ബാക്കി ഞാൻ തന്നേക്കാം, ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞാൽ അവർ രണ്ടാളും പാട്ട് കേൾക്കാണ്ട് പോയി. ഇത് ധാരാളം പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ഈ പാട്ടിനെ കൊണ്ട് വേർഡിനെ കൊണ്ട് ആദ്യം പാടിച്ചു. പിന്നെ അത് അരുന്ധതിയും പാടി. സിനിമയിൽ ഒന്നുമില്ല. ഈ പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് സിനിമയിൽ ഒന്നുമില്ല. അതാലോചിക്കോ, അത് കഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഷ്ടങ്ങൾ കണ്ടവാനുണ്ട്. ഇത് ഈ 4 പാട്ടുണ്ടാക്കിച്ചു, 2-3 കവിത 3 പ്ലേസ്മെൻറ്റ് പറഞ്ഞിട്ട് അതിന് കവിത ഉണ്ടാക്കി. ഈ കവിതകൾ വരുന്ന സ്ഥലം ഈ ഇൻ്റർവെല്ലിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ബ്രേക്ക് വരുന്ന സമയത്ത് ഈ കവിത ഇടുക. ഈ പകുതി ആവുന്ന സമയത്ത് ലൈറ്റ് ഇടുമ്പോൾ ആൾക്കാരൊക്കെ എണീറ്റ് പുറത്തേക്ക് പോവില്ലായിരുള്ളൂ. ആ നേരത്തെ ഈ കവിത വന്ന് ആരെ കേൾക്കുക, അവിടെ വരണം. അതേമാതിരി ഇത് അവസാനിക്കും വരണം. പിന്നെ അതിനുള്ളിൽ ഏതോ ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്ത് ഇത് അങ്ങനെ 3 കവിത ഇട്ടുണ്ട്. പാട്ട് ഇതില്ല, മഞ്ഞിനും വിരാറില്ല. പിന്നെ അരുന്ധതി പാട്ട് സോളം ഉണ്ട്, നല്ലൊരു പാട്ടത്. അതിനെന്തായാലും പാട്ടുണ്ടല്ലോ. ആ, നിന്നിൽ അസൂയയാർന്ന് എന്തിനോ ഞാൻ ശ്യാമസുന്ദരിയാം രാത്രി. അത് മമ്മൂട്ടി ഈ മരിച്ചുപോയ സ്ത്രീയുടെ പ്രേതം അല്ലെങ്കിൽ അവരെ രൂപത്തിൽ വരുന്ന കണ്ണിലും കാണുമ്പോൾ രാത്രി വാതിൽ തുറന്നിട്ട് ഇവർ വരുന്നത് നോക്കി നിൽക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അവിടെ കേൾക്കുന്ന പാട്ടാണത്. സിറ്റുവേഷൻ അങ്ങനെ പറഞ്ഞത് ആണ്. നിന്നിൽ അസൂയയാർന്ന് എന്തിനോ ഞാൻ ശ്യാമസുന്ദരിയാം രാത്രി എന്നുള്ള പാട്ട് ONV സാർ എഴുതി. ആദ്യം മനോഹരമുണ്ട്, അരുന്ധതി പാടി, നല്ല പാട്ടാണ്. ഇതൊന്നും സിനിമയ്ക്കകത്തില്ല സുഹൃത്തുക്കൾ. സിനിമയുടെ അകത്ത് വന്നത് 3 കവിതകളാണ്. ആ കവിത ഒരു ഒറ്റ മനുഷ്യൻ കേട്ടിട്ടില്ല. ഇതേ ONV സാർ തന്നെ ട്യൂണിനനുസരിച്ച് പാട്ട് എഴുതി വിസ്മയിപ്പിച്ചു ശരിക്കും എഴുതാപ്പുറങ്ങളിൽ. പാടുവാനായി വന്നു. അത് രാജ്യം പാടുവാനായി വന്നിട്ട് പാടി, രണ്ടാളും കൂടി പാടി. അത് നല്ല ഗംഭീര സംഭവം. അതെനിക്ക് വിശ്വസിക്കും. മാഷ് പറഞ്ഞപ്പോഴാണ് ഞാനത് ട്യൂണിനനുസരിച്ച് എഴുതിയ പാട്ടാണ്, കവിത പോലുള്ളൊരു പാട്ടാണ്. അപ്പോൾ ONV സാർ സിബി പറഞ്ഞു. അപ്പോൾ സിബി മലയിൽ ലോഹിയും പറഞ്ഞു ഞങ്ങൾ കമ്പോസുകാരിക്ക് പോകും. ലോഹിക്ക് സംഗീതത്തിനെ കുറിച്ച് ധാരണയുണ്ട്, ട്യൂണ് കേട്ടാൽ മനസ്സിലാവും. സിബിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ 2 ആളായാൽ മതി, എനിക്ക് ഈ കാര്യം കേട്ടാൽ മനസ്സിലാവില്ല, ഞാനൊന്നും അഭിപ്രായം പറ്റില്ല, ഞാൻ പാട്ടൊക്കെ എടുത്തോളാം, നിങ്ങൾ എടുത്തോളം ഞങ്ങളെ ഏൽപ്പിച്ച് പോയി. അങ്ങനെ മാഷെ നമുക്കൊരു ലല്ലബി വേണം ചിത്രയ്ക്ക്. പിന്നെ ഒരു പാട്ട് കവിതയാണ്, അത് പാടുന്നത് നമ്മൾ ഈ കഥാപാത്രം സുഹാസിനെയാണ്. അവർ അച്ഛൻ നെടുമുടി വേണം. അപ്പോൾ അവൾ കുറേശ്ശെ കവിത എഴുതും. അപ്പോൾ അച്ഛനെ കൊണ്ട് കാണിക്കുമ്പോൾ അച്ഛനത് വായിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഒരു മീറ്ററൊക്കെ ചെക്ക് ചെയ്ത് ഇങ്ങനെ താ കത്താ താ അങ്ങനെ ഒരു മീറ്റർ കണ്ട് നന്നായിട്ട് മോളെ കണ്ടിന്യൂ ചെയ്ത് എഴുതിക്കോളൂ എന്ന് പറയുന്നതാണ് സിറ്റുവേഷൻ. അപ്പോൾ അതിലേക്കൊരു ട്യൂണാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നോട്ടോ. അപ്പം ഈ ട്യൂണ് ചെയ്യലും പാട്ടുകൾ എഴുതി കിട്ടി ചെയ്യുന്ന രീതിയിൽ രണ്ടിലും വർഷങ്ങളോളമായിട്ട് ഇത് ചെയ്ത് ശീലമുള്ള ഒരാളും അത് ഒരു ബന്ധം ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അപ്പം ഞാൻ ചെയ്യാം, എനിക്കത് സാധിക്കാനുള്ള ആത്മവിശ്വാസത്തോട് പറയാം. അങ്ങനെയാണ് ONV സാറിനെ വിളിച്ചു. ഈ പാട്ടിൻ്റെ ട്യൂൺ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാടി കൊടുത്തു. ലോഹിക്ക് അത് ഭയങ്കര ഇഷ്ടമായി, ONV സാറിന് അങ്ങേറ്റം ഇഷ്ടമായി. അപ്പോൾ അത് കൊടുത്തു. അപ്പോൾ ലാ 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 പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ ഏതു രാഗം ശ്രുതി താളം എന്നതോർക്കാതെ ഞാനാം വീണയിൽ പൊന്നിഴ പാകി മീട്ടിടുന്നാരോ. ആ ലാല കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം വന്നപ്പോൾ ഞാൻ ഒത്തു നോക്കിയപ്പോൾ ഒരക്ഷരം മാറ്റി വയ്ക്കാനോ ചേർക്കാനോ ഇനി വേറെ എന്തെങ്കിലും ഒരു പാകപ്പിഴയില്ലാണ്ട് 100% സ്യൂട്ടബിളായിട്ട് വന്നിരിക്കുക.
എനിക്കിങ്ങനെ ആളെ കാക്കല കൊണ്ട് സാഷ്ടാംഗം കൊണ്ട് നമസ്കാരമൊന്നും എനിക്ക് അത് എന്ന് പറഞ്ഞിട്ട് തടുക്കും. അല്ലല്ല, അത് ലല്ലവി, അത് ചിത്ര. താലോലം പൈതൽ താലോലം താമരപ്പൂന്തൊട്ടിലാലോലം താലോലം പൈതൽ താലോലം താമരപ്പൂന്തൊട്ടിലാലോലം പൂമിഴിയിൽ പൊൻകിനാവിൻ തേൻ കിനിഞ്ഞു നീയുറങ്ങൂ താലോലം പൈതൽ താലോലം താമരപ്പൂന്തൊട്ടിലാലോലം. ചിത്രയ്ക്ക് പാടാം. നമ്മൾ സമയം വൈകി, എന്നാലും ചന്ദനം മണക്കുന്ന പൂന്തോട്ടത്തിനെ പറ്റി പറയാതെ പറ്റില്ലല്ലോ. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ഭാരതരമൻ്റെ 25ാമത്തെ സിനിമയാണ്. അപ്പോൾ അതിൽ 2 പാട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ഒരു മണിക്കൂറിനും ഉള്ളിൽ അദ്ദേഹം വിളിച്ച് പറഞ്ഞു 2 പാട്ട് പറഞ്ഞതില്ലോ രമേശ് സാറിനോട് പറഞ്ഞു. നമ്മൾ ആ ലല്ലബി മറ്റൊരു പാട്ട് ഒരു ഫീമെയിൽ വേറെ പറഞ്ഞില്ല, അതിപ്പോൾ തൽക്കാലം വേണ്ട. ആ കുട്ടികളെ നാമജപമുള്ളത് പാട്ട് മാത്രം മതി. ആ അച്ചോട്ടെ വീട്ടിലിരുന്ന് കുട്ടികൾ നാമം ചെല്ലുന്നു, അപ്പോൾ അതിലൊരു പാട്ട് നമ്മൾ പറഞ്ഞല്ലോ, അത് മതി തൽക്കാലം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ വന്നു. റൂമിലെത്തി കഴിഞ്ഞപ്പോൾ 15 മിനിറ്റ് കൊണ്ട് ഫോൺ വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ആൾ ഒന്ന് മതിക്കണം, അത് മതിയല്ലേ രമേശ് മതി പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഇരുന്നു, പെറ്റൊക്കെ വെച്ച് ആൾ വരികൾ എഴുതാൻ നോക്കി. അപ്പോൾ ഒരു ഫോൺ വേറെ വന്നു. അത് ദേവരായ മാഷായിരുന്നു. എനിക്ക് അന്തം വിട്ട് ഞാൻ എടാ ആരാ 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 ഞാൻ ഈ ബഹളം ഭയങ്കര കൂടുതലാണേ. ആരാ? ഞാൻ ദേവരാജനാ. അയ്യോ എവിടം വരെ ഈ കമ്പോസിങ്ങൊക്കെ? കമ്പോസിങ് തുടങ്ങണുള്ളൂ. 2 പാട്ട് പറഞ്ഞിരുന്നു മാഷേ, അതിപ്പോൾ അത് 1 മതി എന്ന് പറയുന്നത്. അതും കൂടെ വേണ്ടെന്ന് പറയാൻ മേലെ എന്തിനെത്ര കഷ്ടപ്പെട്ട് പാട്ടുണ്ടാക്കുന്നതെന്ന് ദേവരാമ ചോദിച്ചാ മാഷിനോട് ചോദിച്ചു. ഞാൻ അന്തം വിട്ടില്ലേ. അങ്ങനെയാണ് ചന്ദനമണ പൂന്തോട്ടം പാട്ട് എഴുതി കിട്ടി അങ്ങനെ ചെയ്താ. തരണിയിൽ റെക്കോർഡ് ചെയ്തു, സ്ട്രൈറ്റ് ദാസേട്ടൻ പാടുന്നതാ. അതിമനോ എന്തൊരു സുഖ എന്നാ പാടിക്കോ. മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രിക മെഴുകിയ മണിമുറ്റം ഉമ്മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്കു നാമജപം ഹരിനാമജപം അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. 1 മണിക്കൂർ കൊണ്ടൊന്നും നിൽക്കില്ല മാഷിതായിട്ടുള്ള സംഗീത സംവാദം. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് മാസ്റ്ററിൻ്റെ ഒരു പാട്ട് മാസ്റ്റർ പറയണതിനെ കുറിച്ച്. രാഗതരംഗിണി എന്ന ആൽബത്തിൽ അമാവാസി നാളിൽ അല്ല അതുണ്ട് മറ്റേ നിന്മേനി വാഗപ്പൂവോ നിന്മേനി നെന്മേനി വാഗപ്പൂവോ ഈ മുഖം നാൻമുഖക്കൈതോ ലാവണ്യപ്പാൽ കടൽ തൂവെണ്ണയോ ലലനാ
യൂസഫ് അലി സാഹിബിൻ്റെ ഓർമ്മ കൂടിയാണത്. ലളിതഗാനങ്ങളും ഒരുപാടുണ്ട്. ഇതിലെ ദൂരദർശനിൽ വന്ന ആ ഒരു എത്ര പാട്ടുകൾ മാസ്റ്റർ ദൂരദർശനിൽ ചിത്ര ചേച്ചി പാടാറുള്ള അളകനന്ദാതീരം ജയകുമാർ സാറിൻ്റെ അരുണസന്ധ്യാനേരം പൗർണമി പോലെ തെളിയുവതാരോ താപസകന്യകയോ ഒരാശ്രമ കന്യകയോ. ഒരുപാട് പാട്ടുകളുണ്ട്. അതൊക്കെ ദൂരദർശൻ ഏറ്റവും നല്ല പാട്ടാണ്. ഏതായാലും നമ്മളെ പരിപാടി ഇന്ന് വേദനയോടുകൂടി അവസാനിപ്പിക്കാം. ഇരം